അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള ആദ്യ വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു. സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് 205 പേരെ. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമുള്ള അധിക നികുതി താൽക്കാലികമായി മരവിപ്പിച്ച് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കൂട്ടി ചൈനയുടെ തിരിച്ചടി. CSR ഫണ്ടിന്റെ പേരിൽ ഇരുചക്ര വാഹന തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന് ഒത്താശ നൽകിയത് കോൺഗ്രസ് BJP നേതാക്കൾ. പകുതി വിലയ്ക്ക് സ്കൂട്ടർ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ ഹൈബി ഈഡനും AN രാധാകൃഷ്ണനും. അനന്തകൃഷ്ണന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ AN രാധാകൃഷ്ണൻ സ്ഥിരം സന്ദർശകൻ. പീഡനക്കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയതിനാൽ മുകേഷിനെ പാർട്ടി പരിപാടികളിൽ വിലക്കാൻ CPM കൊല്ലം ജില്ലാ നേതൃത്വം. തെരഞ്ഞെടുപ്പിൽ ദോഷമാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. തീയതിയിലെ പിഴവ് മാറ്റി പുതിയ കുറ്റപത്രം നൽകാൻ പോലീസിന് കോടതിയുടെ നിർദ്ദേശം. KSRTC പണിമുടക്കിനിടെ ബസ്സുകൾ കേടുവരുത്തി സമരക്കാർ. ബസ്സുകൾ തടഞ്ഞും TDF പ്രതിഷേധം. കൊട്ടാരക്കരയിൽ ബസ്സുകളുടെ വയറിംഗ് കിറ്റും ഹെഡ്ലൈറ്റും നശിപ്പിച്ചവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി. കോടിയേരിയെയും പിണറായിയെയും പരിഹസിച്ച് ശോഭ സുരേന്ദ്രൻ. സനാതന ധർമ്മത്തെ എതിർത്തതുകൊണ്ടാണ് കോടിയേരിക്ക് അർബുദം വന്നതെന്ന് ശോഭ. സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തം. സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. പവന് 62,000 കടന്നു. ഇന്ന് കൂടിയത് 840 രൂപ. സ്വർണ്ണവില കൂടുന്നത് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ്. പോത്തുണ്ടിയിൽ സുധാകരനും ലക്ഷ്മിയും വെട്ടേറ്റ് വീണ സ്ഥലത്ത് ചെന്താമരയെ കൊണ്ടുവന്നു. ഒളിച്ചിരുന്ന സ്ഥലത്തും തെളിവെടുപ്പ്. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള നീക്കം നിഷേധിക്കാതെ ധനമന്ത്രി. ടോൾ പിരിവ് ഇടത് നയത്തിന് വിരുദ്ധമല്ലെന്ന് KN ബാലഗോപാൽ ന്യൂസ് 18നോട്. LDF-ൽ ചർച്ച ചെയ്തെന്ന് TP രാമകൃഷ്ണൻ.